ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആകെ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളിൽ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമായിട്ടാണ് ഇത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോക്കുക. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പത്തൽ പൊടിയില്ലേ, നമ്മളെ അരിപ്പൊടി, അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് പത്തൽ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഒരു 2 മുട്ടയോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് തേങ്ങയാണ്. ഞാനിപ്പോൾ 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയ മിക്സിയുടെ ജാറിൽ ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 3-4 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കയ്ക്ക് പകരം നിങ്ങൾക്ക് വനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇനി ആ ഒരു ഷുഗറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മൾ ഫസ്റ്റ് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിൽ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് മിക്സ് ആക്കുമ്പോഴാട്ടോ നമുക്കിത് കറക്റ്റായിട്ടുള്ള അളവ് മനസ്സിലാവും. കൂടുതൽ തിക്കായിട്ട് പോകാനും പാടില്ല, നല്ല ലൂസായിട്ട് പോകാനും പാടില്ല കേട്ടോ. ഈ ഒരു ലെവലിൽ വേണം നമുക്ക് ആവശ്യമുള്ളത്. ഇത് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ ചീനച്ചട്ടിയില്ലേ, അത് നമുക്ക് മുക്കി പൊരിക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയാൽ അതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ നമ്മൾ മുട്ടയിലും ചേർത്തോടെ തന്നെ നന്നായിട്ട് ഇത് പൊന്തി വരും കേട്ടോ. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഇതിന് 2 സൈഡും ഒരു ബ്രൗൺ കളറാകുന്ന വരെ നമുക്ക് ഇതുപോലെ മറിച്ചിട്ടുകൊണ്ടിരിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ ഒരു കളറായി വന്നു കഴിഞ്ഞാൽ കോരിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ഇതാ കംപ്ലീറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള പലഹാരം ഇത് റെഡി ആയിട്ടാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ പുറം ഭാഗം നല്ല മുരിഞ്ഞിട്ട് ഉള്ളു ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്തില്ലേ, നമ്മളെ കണ്ണൂർക്കാരെ ഈ ഒരു മുട്ട കേക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.